ഹായ് എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് മലയാളികൾക്ക് നമ്മൾ ഊണ് കഴിക്കുമ്പോൾ എന്തൊക്കെ കറി നമുക്ക് ഉണ്ടെങ്കിലും ഒരച്ചാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിക്കില്ലേ? കാരണം അതും കൂടെ ആവുമ്പോഴാണ് നമ്മുടെ ഊണ് കംപ്ലീറ്റ് ആവുക. നമുക്ക് അത്രയും മലയാളികൾക്ക് ഇഷ്ടമാണ് അച്ചാർ എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ആ എരിവും പുളിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു അച്ചാർ. അപ്പൊ പലതരം അച്ചാർ നമുക്കുണ്ട്. നമ്മൾ എന്ത് കിട്ടിയാലും അച്ചാർ ഇടുന്നു അല്ലെ? നാരങ്ങ, മാങ്ങ, വെജിറ്റബിൾസ്, അതുപോലെ പലതരം അച്ചാറിന്റെ ഒരു നിര തന്നെ നമുക്കുണ്ട്. പക്ഷെ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പ്രോൺസ് പിക്കിളാണ്. അടിപൊളിയല്ലേ? അപ്പൊ പ്രോൺസ് പിക്കിൾ എന്ന് പറയുമ്പോൾ നോൺ വെജ് കഴിക്കുന്ന ആളുകൾക്ക് ഒരു ആഘോഷം തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പൊ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പ്രോൺസ് വേണം. അതിന്റെ ഓരോന്നിന്റെയും വെയിറ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയാം. മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് പ്രോൺസ് വേണം, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉലുവ, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ റിഫൈൻഡ് ഓയിലാണ് ഞാനിത് ചെയ്യുന്നത്. പലരും പലതരത്തിൽ, അതായത് വെളിച്ചെണ്ണ ചെയ്യും, ചിലർ നല്ലെണ്ണ ചെയ്യും. അപ്പൊ ഞാൻ എന്തായാലും റിഫൈൻഡ് ഓയിൽ ചെയ്തിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഒരുപാട് നാൾ ഇരിക്കാറൊക്കെ ഉണ്ട്. പിന്നെ അൺലെസ് ആൻഡ് അൺടിൽ നമ്മൾ നനഞ്ഞ സ്പൂണൊക്കെ ഇട്ട് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ വേറെ കേടുപാടുകളൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇനി ഇതിന്റെ മെഷർമെന്റ്സ് ഒക്കെ പറയാം കൃത്യമായിട്ട്. ഞാൻ 2 കിലോ പ്രോൺസ് ആണ് വാങ്ങിച്ചത്. ഭയങ്കര വലിയ പ്രോൺസ് അല്ല, 1 കിലോയിൽ ഒരു 70-80 എണ്ണമൊക്കെ തോന്നുന്ന രീതിയിലത്തെ പ്രോൺസ് ആണ് വാങ്ങിച്ചത്. 2 കിലോ വാങ്ങിച്ചിട്ട് ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് 1 കിലോ ഉള്ളൂ പ്രോൺസ്. ഇനി ഇത് വറുത്ത് കഴിയുമ്പോൾ പിന്നെയും പകുതിയാകും. അപ്പൊ എന്തായാലും 1 കിലോ പ്രോൺസിന്റെ മീറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ 1/4 കിലോ വീതം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു 10 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പില. ഇത് എന്റെ ഗാർഡനിൽ ഉണ്ടായതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. വേപ്പില ഇവിടെ മസ്റ്റാണ് എനിക്ക്. കാരണം വേപ്പില കാണുമ്പോൾ ഒരു പച്ചപ്പാണ് വീടിനും മൊത്തം എന്റെ കിച്ചണിനും ഒക്കെ. അപ്പൊ ഫ്രഷ് ആയിട്ടുള്ള വേപ്പില ഉറപ്പായിട്ടും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ആദ്യം വെക്കും. 5 പറയുമ്പോൾ മമ്മിന്റെ വേപ്പില എടുത്തില്ലേ? എന്റെ വേപ്പിലയാണിത്. അപ്പൊ ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് മുളക് പൊടി. ഞാൻ 100 ഗ്രാം കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും എരിവ് പോരായ്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ആഡ് ഓൺ ചെയ്യേണ്ടി വരും. പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ അതുപോലെ തന്നെ ഉലുവയും കുരുമുളകും, ഇത്രയും മതി. പിന്നെ വിനീഗർ വേണം കേട്ടോ. പിന്നെ ഇത് വറുത്ത് കോരാനുള്ള റിഫൈൻഡ് ഓയിൽ, അത് എത്രയാവും നമുക്ക് വറുത്ത് കോരിയിട്ട് പറയാം. കാരണം എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇതിലും വലിയ ക്വാണ്ടിറ്റി ഒക്കെയാണ് ഞാൻ ചെയ്യാറ്. കാരണം ചെമ്മീൻ അച്ചാർ ഇടുന്ന ദിവസം കുറെ ആൾക്കാർ നേരത്തെ ബുക്കിംഗ് ചെയ്യും. ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. മാത്രമല്ല ഇവിടെ യൂസഫിനൊക്കെ കൊടുത്തു വിടും. എന്റെ അഞ്ജുവിന്റെ ഹസ്ബൻഡ് പുറത്ത് ഒമാനിലാണല്ലോ. ഒമാനിലെ മരുഭൂമിയിലെ മരുമോനാണ് എന്റേത്. അപ്പൊ അവന് കൊടുത്തു, അവന് ഭയങ്കര ഇഷ്ടമാണ്. അവന് കൊടുത്തു വിടും, അവന്റെ ഫ്രണ്ട്സിന് കൊടുക്കും അവൻ. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ ചെമ്മീൻ കുട്ടന്മാര് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ഇടാം. അപ്പൊ ഈ 100 ഗ്രാം മുളക് പൊടി അല്ല കേട്ടോ ഞാൻ എടുക്കുന്നത്, അത് വേറെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൂടാതെ കുറച്ച് എനിക്ക് തോന്നുന്നു നമ്മള് ഒന്ന് ജസ്റ്റ് ഒന്ന് പെരട്ടി വെക്കാൻ ഒരുപാട് മുളക് പൊടി വേണ്ട. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുളക് അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ കരിയും, അതിന്റെ കളറൊക്കെ മാറും. അപ്പൊ നേരിയ മുളക് മതി. ഇപ്പൊ 1 ടേബിൾ സ്പൂൺ, ഏകദേശം 1 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇതൊക്കെ ശുദ്ധമായിട്ട് വീട്ടില് ഉണക്കി പൊടിച്ച മഞ്ഞളാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉപ്പ്. അപ്പൊ ഉപ്പും മഞ്ഞളും മുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പ് ആവശ്യത്തിന്. ഉപ്പിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ കൈക്കണക്കാണ് സത്യത്തിൽ എനിക്ക്. അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇപ്പൊ കഴുകി നല്ലപോലെ വെള്ളം പോവാൻ വെച്ചിട്ടുണ്ടായി. അപ്പൊ അതിനുശേഷമാണ്, കണ്ടില്ലേ, ഇത് മതിയാവും മുളക് പൊടി. ഒരുപാട് മുളക് പൊടി ഒന്നും വേണ്ട, കാരണം നമ്മുടെ എണ്ണ കരിയും. പിന്നെ ഈ അച്ചാറിന്റെ കഥ പറയുകയാണെങ്കിൽ ഇത് ബഷീർക്കാക്ക് ഭയങ്കര ഇഷ്ടമുള്ള അച്ചാറാണ്. ആദ്യം അപ്പൊ എനിക്ക് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. കുറെ മുമ്പത്തെ കാര്യമാണ് കേട്ടാ. കുറെ മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ കുറെ വർഷമായല്ല. അഞ്ചുമൊക്കെ വലുതായില്ലേ, 5 ഇപ്പൊ 2 ബേബീസായി. അപ്പൊ എന്തായാലും അന്നൊക്കെ ഈ ചെമ്മീൻ അച്ചാർ ഇടാൻ എന്നെ സഹായിച്ചത് എന്റെ അമ്മായിയാണ്. അതായത് മമ്മിയുടെ ബ്രദറിന്റെ വൈഫ് മീറമ്മായി എന്ന് പറയും. അപ്പൊ അമ്മായിയാണ് ശരിക്കും എനിക്ക് ആദ്യം ഇതിന്റെ റെസിപ്പി ഇങ്ങനെയാണ് വെക്കണതെന്നൊക്കെ പറഞ്ഞു തന്നിരുന്നത്. അപ്പൊ പിന്നെ നമ്മള് ചെയ്ത് അത് ടേസ്റ്റ് ചെയ്താണ് ബാക്കി നമ്മൾ പഠിക്കുക. എന്ത് റെസിപ്പി നമുക്ക് കിട്ടിയാലും ഇപ്പൊ
ഞാനിപ്പോ ഈ പറഞ്ഞു തരുന്നതൊക്കെ അതേപടി ചെയ്യുമ്പോഴും നിങ്ങൾ വെച്ച് 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 വരുമ്പോ ഒന്നുകൂടെ കയ്യും കൂടെ തെളിഞ്ഞ് 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 തന്നെ വരും. ഓക്കെ, അപ്പൊ എന്തായാലും ഇതാ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഇതിങ്ങനെ വെച്ച ശേഷം നമുക്ക് ഇത് വറുത്ത് കോരാം. 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ചെമ്മീൻ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് എന്തായാലും വറുത്ത് കോരാം. അപ്പൊ ഒരു വാർപ്പാണ് ഇന്ന്. ഈ വാർപ്പിലാണ് കുക്ക് ചെയ്യുന്നത്. അഞ്ചലാനോട് സ്പെഷ്യൽ ആയിട്ട് സോപ്പൊക്കെ ഇട്ടിട്ട് വാങ്ങിച്ചു തന്നതാണ് ഈ പാത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പാത്രത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇരുമ്പിന്റെ ഇങ്ങനത്തെ ചെവി എന്ന് വെച്ചാൽ കാതുള്ള പാത്രം ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ അഞ്ചല എന്തിനാ വാങ്ങണമെന്ന് പറഞ്ഞപ്പോ ഇല്ല അഞ്ചല ഒരു ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ചലാനെയും കൂടെ കൂട്ടുപിടിച്ച് വാങ്ങിച്ചതാണ്. നമ്മുടെ പാലസ് റോഡിലെ വിയ സ്റ്റോസിന്നാണ് ഞാൻ ഈ പാത്രം വാങ്ങിച്ചത്. അവിടെ ഇതിന്റെ പല അളവിലുണ്ട് കേട്ടോ. ചെറുത്, അതിന്റെ ചെറുത്, വലുത്, ഇതിന്റെ വലുത്, അങ്ങനെ പല അളവിലുണ്ട്. അപ്പൊ ഇതാകുമ്പോൾ ഒരു മോഡറേറ്റ് ആണ്, നമുക്ക് ഗ്യാസിൽ വെച്ച് കുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ എന്തായാലും ഒരു 2 കിലോ ഒക്കെ ഉറപ്പായിട്ടും ഇതിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാ ഫ്ലെയിം ഓൺ ആക്കി. ഇതിൽ വെള്ളമൊന്നുമില്ല. ഇനി ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ റിഫൈൻഡ് ഓയിലിൽ നമുക്ക് ചെമ്മീൻ വറക്കാൻ പോവാണ്. ഇതാ ചട്ടി വെച്ചു. ചൂടായിട്ടില്ല, ചൂടാവണേ ഉള്ളൂ. ചെറിയ ചൂടായി. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ എണ്ണ ഒഴിക്കാം. ചെമ്മീൻ വറുത്ത് കോരാനുള്ളതും കൊണ്ട് അത്യാവശ്യം നല്ല എണ്ണയിൽ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ വാർപ്പില് ഫസ്റ്റ് ടൈം കുക്കിംഗ് ആണ്. അപ്പൊ ഏകദേശം ഇത് 1 കിലോ എണ്ണ കറക്റ്റ് മെഷർ ചെയ്തിട്ടാണ് ഈ കുപ്പി. അപ്പൊ ഇതിൽ ഞാൻ ഇതാ ഇത്രത്തോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഏത് ചട്ടകാണ് എടുക്കണമെന്ന് നോക്കണ്ടേ. എപ്പോഴും മമ്മിയുടെ കിച്ചണിൽ നിന്ന് അടിച്ചു മാറ്റിയ ചട്ടകങ്ങളാണ് ഓരോന്നോരോന്നായിട്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും സ്വന്തമായിട്ട് എനിക്ക് ചട്ടകം ഇല്ലേന്ന്. എനിക്ക് ചട്ടകമൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ ഇന്ന് എന്റെ ഒരു ചട്ടകം എടുക്കാം. ചട്ടകം ഇവിടെ ഇല്ല. അവിടെ കഴുകി കൊണ്ടുവന്ന് മനസ്സിലായി. എന്റെ ചട്ടകം അവിടെ കിടക്കുന്നുണ്ട്. സാരില്ല, ഇത് മമ്മിന്റെ ചട്ടകം തന്നെ. ഈ ചട്ടകം വെച്ച് ചെയ്യാനാണ് എനിക്കൊരു ഇഷ്ടമാണ് ഈ ചട്ടകം. അപ്പൊ ഈ ചട്ടകം വെച്ചാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇനി ഒരു ദിവസം എന്റെ ചട്ടകം കാണിച്ചു തരാം. അപ്പൊ എണ്ണ ചൂടായിട്ടില്ല, എണ്ണ ചൂടാവട്ടെ. എനിക്ക് ഇച്ചിരി തിരക്ക് കൂടുതലാണ്. പ്രത്യേകിച്ച് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കുമ്പോ ഭയങ്കര ആവേശമാണ്. കാരണം ഇതെങ്ങനെ വരും, അങ്ങനെ ആവും, ഇങ്ങനെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വെപ്രാളമാണ്. എന്തായാലും പൊളിയായിരിക്കും, അതാണൊരു പ്രതീക്ഷ. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരുപാട് പണിയൊന്നുമില്ല. ചെമ്മീൻ ഭയങ്കര വലിയ ചെമ്മീൻ നോക്കി എടുക്കരുത്. അങ്ങനെ വലിയ ചെമ്മീനാണെങ്കിൽ നമ്മളൊന്ന് വേവിച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഇത് തീരെ ചെറിയ ചെമ്മീനല്ല, എന്നാൽ തീരെ നല്ല വലുതുമല്ല, ഒരു മീഡിയം സൈസാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ വേവിക്കുന്നില്ല, ഡയറക്റ്റ് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ചെമ്മീൻ നമുക്ക് ഇട്ട് നോക്കാം. എന്നെ ചൂടായെന്ന് അറിയണമല്ലോ. ചൂടായിട്ടില്ല. അപ്പൊ ഇതാ ചെമ്മീനെ ഞാൻ ഇടുകയാണ്. നോക്കാം, ഫുള്ള് ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് ഇടാം. അല്ല കുറവേ ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള കോഴിയല്ലേ. കാരണം ഇത് അഞ്ചലാന്റെ കൂടെ മസ്കറ്റിൽ പോയപ്പോ അവിടെ ഇതുപോലെ ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിൽ കണ്ടപ്പോ ഇതുപോലെ കൗതുകമുള്ളത്, അതുപോലെ ക്യൂട്ടായിട്ടുള്ള കയ്യില് ചട്ടകം, ഇതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ ഇത് കാണുമ്പോ തന്നെ അഞ്ചല യൂസഫൊക്കെ പറയും, അമ്മ ഇത് വേണോ ചോദിക്കും. അപ്പൊ അങ്ങനെ വാങ്ങി തന്നതാണ് ഇത്. ഇത് ഉപയോഗിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അന്നൊന്നും യൂട്യൂബ് ചാനലിന്റെ കാര്യമേ ഞാൻ ആലോചിച്ചിട്ടില്ല. അപ്പൊ ഇന്നാണ് ഇതിന് നിയോഗം വന്നിരിക്കുന്നത്, ചെമ്മീൻ അച്ചാറിൽ മുങ്ങിക്കളിക്കാൻ. ഓക്കെ, യെസ്. അപ്പൊ പകുതി ഇട്ടിട്ടുള്ളൂ. 2 തവണയായിട്ട് നമുക്കിത് വറുത്ത് കോരാം. ഒരുപാട് ഇട്ട് ഇളക്കണ്ട കേട്ടോ. ഇട്ട് നമ്മള് ചെമ്മീൻ ആദ്യം വറുത്ത് കോരിയതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വറുത്ത് കോരാം. ഓക്കെ, ഇതിപ്പോ വിചാരിച്ച പോലെ അല്ലാതെ ഇതിലെ കുക്കിംഗ് ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരിക്കൽ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടായിട്ട് നിൽക്കുമെന്ന് കടക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഇതിലും കട്ടിയുള്ള ഇന്റാലിയം പോലെയുള്ള പാത്രങ്ങൾ, അതുപോലെ ഇരുമ്പിന്റെ, കാസ്റ്റ് അയണിന്റെ ഒക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് കൊള്ളാം, ഒരു രസമുണ്ട് ഇതിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ശരിക്കും ആയി കഴിയുമ്പോ ഈ പത നല്ല പോലെ കുറയും.
നമുക്ക് കാണാൻ പറ്റും. ആ ഡിഫറൻസ് ശരിക്കും അറിയാൻ പറ്റും. ഇതിപ്പോ ശരിക്കും ആയിട്ടില്ല, ഏകദേശം ഒരു 90% ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള വെള്ളം നല്ല പോലെ വറ്റണം. എന്നിട്ട് പാത്രത്തിൽ ഇടുമ്പോൾ നല്ല കിലി എന്നുള്ള സൗണ്ട് കേൾക്കണം. അങ്ങനെ പൊരിച്ച് വറുത്ത് മാറ്റിയ ചെമ്മീൻ ചൂടാറിയ ശേഷം മാത്രമേ നമ്മൾ അച്ചാറിൽ ഇടാൻ പാടുള്ളൂ. അപ്പൊ എന്തായാലും ഇത് പൊരിച്ച് കോരുന്നത് ഒരു ചെറിയ പണിയാണ്. അപ്പൊ കഴിയുന്നതും ഇത് തലേ ദിവസം ചെയ്ത് വെക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നന്നായിട്ട് ആറുകയും ചെയ്യും. ഒറ്റ ദിവസം തന്നെ ഈ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരുപാട് ചെയ്യുകയാണെങ്കിൽ കേട്ടാ, കുറച്ചൊക്കെ ചെമ്മീനാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ ഇത്രയും വലിയ ക്വാണ്ടിറ്റി ഒക്കെ ചെയ്യുമ്പോൾ ചെമ്മീൻ വറുത്ത് കോരൽ ഒരു ദിവസം ചെയ്യുക, എന്നിട്ട് വേറൊരു ദിവസം നമ്മൾ ഇതിന്റെ ഇഞ്ചി വെളുത്തുള്ളി വഴറ്റലും അതൊക്കെ ചെയ്യുക. ഓക്കെ. മാത്രല്ല വേറൊരു കാര്യമുള്ളത്, ഈ ചെമ്മീൻ വറുത്ത് കോരുമ്പോ ഉപ്പ് ഒരിത്തിരി മുന്നോട്ട് നിൽക്കണം. ഉപ്പും ഒരിത്തിരി മഞ്ഞളും അതൊരു പ്രിസർവേറ്റീവ് ആയിട്ട് കൂട്ടിയാൽ മതി. കാരണം നമ്മൾ ഈ ചെമ്മീൻ അച്ചാർ ഇടുമ്പോൾ വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ട് പ്രിസർവേറ്റീവ്സോ അങ്ങനെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഉപ്പ്, മഞ്ഞള്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ തന്നെയാണ് ചേർത്ത് നമ്മുടെ ഈ അച്ചാർ കേടാവാതെ സൂക്ഷിക്കുന്ന ഇതിന്റെ ബാക്കിയുള്ള ചേരുവകൾ. അപ്പൊ എന്തായാലും നമ്മൾ 2 ട്രിപ്പായിട്ടാണ് ചെമ്മീൻ വറുത്ത് കോരിയിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല കിലിന്നുള്ള സൗണ്ട് ഉണ്ട്. അത്യാവശ്യം അതിൻ്റെ ഉള്ളില് വെള്ളത്തിന്റെ അംശമൊക്കെ വറ്റിയിട്ടുണ്ട്. നല്ല ചുക്ക് പോലെ ഉണങ്ങിയിരിക്കുന്ന കണ്ടില്ലേ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, 1 കിലോ ചെമ്മീൻ നേരത്തെ പച്ചയായിരുന്നപ്പോ ഇതിൽ നിറച്ചുണ്ടായിരുന്നു. ഇപ്പൊ നോക്കിയേ കുറച്ചുള്ളൂ. എന്തായാലും ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പൊ നമുക്ക് അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നത്. ഞാൻ പറഞ്ഞു 250 ഗ്രാമാണ് എടുത്തത്. നന്നാക്കിയിട്ട് ബാക്കിയാണ്, ഒരു ഇത്തിരി ബാക്കി വെക്കാം, നോക്കിയിട്ട് ഇട്ടാൽ മതി. ഒരു ഇഞ്ചി ഇട്ടു, അതുപോലെ തന്നെ വെളുത്തുള്ളി, രണ്ടും ഒപ്പത്തിനൊപ്പമാണ് ഞാൻ ചേർക്കുന്നത്. രണ്ടും കുറേശ്ശെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 150 ഗ്രാം, കഴുകി വൃത്തിയാക്കിയത് ഒരു 150 ഗ്രാം മതിയാവും തോന്നുന്നുണ്ട്. ഇത് 1/4 കിലോ എടുത്തപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 200 ഗ്രാം അടുക്കയുണ്ടായിരുന്നു. അപ്പോൾ ഒരു 50 ഗ്രാം ആയിരിക്കണം ഇത്. പിന്നെ ഇത് നല്ല വറുത്ത് നല്ല കിലിന്നാവണം, മൊരിഞ്ഞ് കിട്ടണം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൊരിഞ്ഞ് കിട്ടുന്നതാണ് നമ്മുടെ ചെമ്മീത്തിനുള്ള അരപ്പ് ശരിക്കും. അപ്പൊ നല്ല ശരിക്ക് മൊരിഞ്ഞ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. മാത്രമല്ല ചെമ്മീൻ വറുത്ത് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ പൊടി എന്തെങ്കിലും, മുളകിന്റെ പൊടി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കോരി മാറ്റണം കേട്ടോ അരിപ്പയിൽ. എന്നിട്ട് വേണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലോട്ട് ചേർക്കാൻ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത എണ്ണ കഴിയുന്നതും ഒഴിക്കരുത്. അതായത് വെളിച്ചെണ്ണ, ഓയില്, അതല്ലെങ്കിൽ ഓയിൽ ഇട്ടയിലോട്ട് നല്ലെണ്ണ അങ്ങനെയൊക്കെ ഒഴിക്കുമ്പോൾ പിന്നെയും പതഞ്ഞ് ഭയങ്കര പാടാണ് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അമ്മായി എപ്പോഴും പറയും ചെമ്മീൻ വറുത്ത് കോരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിന്റെ അംശം കഴിയുന്നതും ഇല്ലാണ്ട് നല്ല ചുക്ക് പോലെ ഉണങ്ങിയിരിക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ കേടുകൂടാണ്ട് ചെമ്മീൻ അച്ചാർ ഇരിക്കുമെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെമ്മീൻ വറുത്ത് കോരി പാത്രത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ കിലുക്കി നോക്കും സൗണ്ട് ഉണ്ടാന്ന്. പണ്ടെപ്പോഴോ പറഞ്ഞു തന്ന കാര്യമാണ്. എന്നാലും ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. കാരണം ആ ഓർമ്മയിലാണ് നമ്മൾ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് എന്ത് ചെയ്യുമ്പോഴും അതങ്ങനെയാണോ അതിങ്ങനെയാണോ എന്ന് തോന്നും. പക്ഷെ ചിലവരൊക്കെ അച്ചാർ ഇടുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അധികം മൊരിക്കില്ല. ഒന്നാമത് ഇത്ര ഡ്രൈ ആയിരുന്നാലും നമ്മൾ ഈ ഗ്രേവിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇത് നല്ലോണം ചൂടാറി നമ്മൾ ഇതിലോട്ട് ചേർക്കുമല്ല, ചേർക്കുന്ന സമയത്ത് അതിന്റെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ചെമ്മീൻ ഇത്തിരി ഒന്ന് വീർക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തീരെ ചെറുതായിട്ടൊന്നും ഇരിക്കില്ല ചെമ്മീൻ. ഞാൻ ആ മുഴുവനും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലോട്ട് ഇട്ട് കേട്ടോ. ഏകദേശം ഒരു 200 ഗ്രാം എടുക്കുകയുണ്ടായിരുന്നു. ക്ലീൻ ചെയ്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒപ്പത്തിനൊപ്പം 10 പച്ചമുളക്, നല്ല എരിവുള്ള ബുള്ളറ്റ് മുളകാണിത്, അത് വട്ടത്തിൽ അരിഞ്ഞതാണ്, അതുകൂടെ ഇതിലോട്ട് ഇട്ടു. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുവിധം ആയപ്പോഴാണ് പച്ചമുളക് ഇട്ടത്. കാരണം പച്ചമുളക് പെട്ടെന്ന് കരിഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ടാണ്. ഇനി ആ പച്ചമുളകിന്റെ ജലാംശം വറ്റുന്നതും ഇഞ്ചിയും വെളുത്തുള്ളിയും മൊരിയലും ഒക്കെ കൂടെ ഏകദേശം ഒരു ടൈമായിട്ട് വരും. ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് നമ്മുടെ വേപ്പിലയൊക്കെ ഇടേണ്ടത്. അതുപോലെ തന്നെ ഈ വലിയ ടേബിൾ സ്പൂൺ ഇല്ലേ, കണ്ടില്ലേ, ഈ വലിയ ടേബിൾ സ്പൂണിന് കാണാൻ പറ്റുന്നില്ല അല്ലേ, മുളകാണ് അല്ലേ. അപ്പൊ ഈ വലിയ ടേബിൾ സ്പൂണിന് ഞാൻ പറഞ്ഞു ഞാൻ 100 ഗ്രാം അളന്ന് വെച്ചതാണ്. പക്ഷെ അത് മുഴുവൻ എടുത്തിട്ടില്ല. ഒരു 4 ടേബിൾ സ്പൂൺ ഹീപ്ഡ് ആയിട്ട് ഇതിലോട്ട് എടുത്തിട്ടിട്ട് ഇതിലൊരു 1.5 കപ്പ് വിനീഗർ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് കുഴച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ഡയറക്റ്റും നമുക്ക് ഇതിലോട്ട് മുളക് പൊടി ഇടാം. പക്ഷെ എണ്ണ ഭയങ്കര ചൂടായിട്ട് ഇരിക്കുന്നോടം കൊണ്ട് തന്നെ, മാത്രമല്ല ഇങ്ങനെയുള്ള പാത്രങ്ങൾ ചൂട് ഇങ്ങനെ റീറ്റെയിൻ ചെയ്യും.
അപ്പൊ ആ ചൂട് നല്ലപോലെ ഉള്ളതോടെ കൊണ്ട് മുളക് എപ്പോഴും കരിഞ്ഞു പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ബിഗിനേഴ്സിന്, അതുപോലെ അത്ര പ്രാക്ടീസ് ആവാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് സോക്ക് ചെയ്ത ശേഷം ഇടുകയാണെങ്കിൽ പിന്നെ ആ ഒരു ടെൻഷൻ വേണ്ട. തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ആയി കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഈ മുളക് പൊടി ചേർക്കാം. ഈ മസാലയൊക്കെ ചേർത്ത് ഇതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ നല്ല പാകമായി ചൂടാറിയതിന് ശേഷം വേണം ചൂടാറിയ നമ്മുടെ പൊരിച്ചു വെച്ച ചെമ്മീൻ ഇടാൻ കേട്ടാ. അപ്പൊ ഇത് കുറച്ച് സമയം എടുക്കും എന്തായാലും. അതാ ഇത് മൊരിഞ്ഞ് വന്നിട്ടില്ല, മൊരിയാനായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഉപ്പ് ഞാൻ നോക്കിയിട്ടേ ഇടുള്ളൂ, കാരണം ഞാൻ ചെമ്മീത്തിന് വറുക്കുന്നതിന് മുന്നേ ആഡ് ചെയ്ത ഉപ്പ് അത്യാവശ്യത്തിന് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിന്ന് ഉപ്പാണ്. അപ്പൊ പുളിയൊക്കെ ചേർത്ത് മുളകൊക്കെ ചേർത്ത് എങ്ങനെയാണ് അരപ്പിന്റെ ഇതൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ചെമ്മീൻ ഇടുമ്പോൾ എന്തായാലും ആ ഒരു ഉപ്പ് ഉണ്ടാവുമല്ലോ, നോക്കിയിട്ട് ഇട്ടാൽ മതി. ചെറിയൊരു ഉപ്പ് ഇട്ടാൽ മതി. നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള വേപ്പിലയൊക്കെ ആകുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. കാരണം നമ്മുടെ വേപ്പില കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല, നമ്മുടെ വീട്ടിലുണ്ടായ വേപ്പിലയാണ്. അതിങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ കൈക്കൊരു പ്രത്യേക മണമാണ്. ഒരു പിടി നമ്മുടെ വീട്ടിലുണ്ടായ പച്ച വേപ്പില കൂടി ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. അതാ ഓൾമോസ്റ്റ് കണ്ടില്ലേ, നല്ല ഉറുമ്പിന്റെ കളറായി വന്നിട്ടുണ്ട്. നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇതിൽ ശരിക്കും ഇപ്പോൾ ഒട്ടും ഉപ്പില്ല കേട്ടാ, കാരണം ചെമ്മീത്തിൽ ഉപ്പ് ഉണ്ടായിരുന്നു, ഇതിൽ ഉപ്പില്ല. അത് ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട് ഇതിൽ, കാരണം ചെമ്മീനിൽ നല്ല ഉപ്പുണ്ട്. അപ്പോൾ കുറച്ച് അരപ്പിന് വേണ്ടി മാത്രം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി എന്തേ നോക്കിയാൽ നല്ല കറക്റ്റ് പരുവത്തിൽ തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും ഇനി എന്തേ മുളക് പൊടി 4 സ്പൂൺ മുളക് പൊടിയാണ് വെച്ചിരുന്നത്. കുറേശ്ശായിട്ട് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം എത്ര വേണ്ടി വരും എന്ന്. എന്തായാലും ഇത് വേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ലേ, നമുക്ക് വേണമെങ്കിൽ പതുക്കെ അടുപ്പ് വേണമെങ്കിൽ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ, കാരണം ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ഇതിലോട്ട് ബാക്കിയും കൂടെ, അതായത് ഒരു 4 ടേബിൾ സ്പൂൺ, കൃത്യം 4 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൽ ഫുൾ പിരിയമുളക് മാത്രമാണ് കേട്ടോ, ഇതിലൊരു തുള്ളി പോലും എരിവുള്ള മുളകില്ല. പക്ഷേ 10 ബുള്ളറ്റ് മുളക് ഇതിലിട്ടിട്ടുണ്ട്, നല്ല എരിവുള്ളതാണ്. ഇനി ഇതൊന്ന് കിടന്ന് നല്ല ശരിക്ക് ആ മെഴുക്കൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. പിന്നെ ഇതിൻ്റെ പുളിയൊക്കെ നമ്മൾ നോക്കണം. 1/2 കപ്പ് വിനാഗിരി ഇതിലിട്ടിട്ടുണ്ട്. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടില്ല, നേരിയ തീയിലാണ്. മുളക് നമ്മളിതിൽ ചേർത്ത ശേഷം നന്നായിട്ട് നേരിയ തീയിൽ അതിൻ്റെ ആ മുളകിൻ്റെ കുത്തൽ മാറാൻ വേണ്ടി നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയിലോട്ടും പച്ചമുളക് വേപ്പിലൊക്കെ ഇട്ട് ആ ഒരു കൂട്ടിൽ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം 1/2 കപ്പ് വിനിഗറിലാണ് നമ്മൾ മുളക് സോക്ക് ചെയ്തത്. 100 ഗ്രാം അളന്നെടുത്തെങ്കിലും 4 വലിയ ടേബിൾ സ്പൂണേ ഇട്ടിട്ടുള്ളൂ. ഇനി എരിവ് കുറച്ചധികം വേണ്ടവർ 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് ചേർക്കാട്ടോ. ഞാനിവിടെ എരിവ് അധികം വേണ്ടാത്തോടെ കൊണ്ടാണ് എരിവുള്ള മുളക് ചേർക്കാത്തത്. ഇനി നമ്മൾ വിചാരിക്കും എല്ലാം നല്ല കറക്റ്റ് ആയല്ലോ, മെഴുക്കൊക്കെ തെളിഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഓക്കെയാണ്. പക്ഷേ നമ്മുടെ ചെമ്മീൻ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ആ ചെമ്മീൻ ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും. അപ്പം ഇത് ചെറിയൊരു ഗ്രേവി ഇതിൽ വേണം. അപ്പോൾ 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. എന്നിട്ട് തീ ഒന്ന് കൂട്ടി വെച്ച് ഇത് നല്ലോണം ഒന്ന് വെട്ടി തിളച്ച് അതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് പാകമായി നന്നായിട്ട് ചൂടാറിയ ശേഷം ചെമ്മീൻ അങ്ങോട്ട് കുതിരുമ്പോൾ അതിൻ്റെ ആ വെള്ളമൊക്കെ പിടിച്ച് പാകത്തിന് സെമി ഗ്രേവി ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പൊ നോക്കിയേ, ഇതാണ് ഈ സെമി ഗ്രേവി പരുവം. ചൂടൊക്കെ ആറിക്കഴിഞ്ഞിട്ട് ഈ ഗ്രേവി പരുവം നമുക്ക് വേണം. അപ്പൊ ഇത് നേരിയ തീയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ നമുക്ക് ഇടാം. പിന്നെ നമ്മളെ മസാല ചെമ്മീൻ നമ്മൾ 1 കിലോ ആണ് മീറ്റാണ് വറുത്ത് കോരിയേക്കുന്നത്. അപ്പൊ കുറച്ച് മസാല മാറ്റി ഒരു പാത്രത്തിലോട്ട്, നനവില്ലാത്തൊരു പാത്രത്തിൽ വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ചെമ്മീൻ ആഡ് ചെയ്ത് മസാല കൂടുതലാണോ എന്താണ് ഏതാണ് എന്നൊക്കെ ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും, നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ ആദ്യം 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. ഈ മസാല ഒന്ന് തിളച്ച് അതിൻ്റെ ആ ഒരു എല്ലാം നന്നായിട്ട് പരുവമായി മിക്സായി വരാൻ വേണ്ടിയിട്ട്
പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായി. അപ്പം എപ്പോഴും ഒരു സെമി ഗ്രേവി വേണം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുമ്പോൾ. സ്റ്റവ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ ചൂടാറിയ ശേഷമാണ് നന്നായിട്ട് ആറിയ നമ്മുടെ ചെമ്മീൻ നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോണത്. അപ്പം നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് ചെമ്മീൻ ഇതിലോട്ട് ചേർക്കാം. പിന്നെ ഏറ്റവും അവസാനം നമ്മളിത് ടോപ്പപ്പ് ചെയ്യുന്നത് ഒരു ചെറിയ സ്പൂണല്ല, അതിനേലും കുറച്ചും കൂടെ വലിയ സ്പൂൺ കുരുമുളകും, അത് അത്രയും തന്നെ നമുക്ക് ഉലുവയും എടുക്കാം. നന്നായിട്ടൊന്ന് വറുത്ത് ഒരു ചുവക്ക വറുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചിട്ട് അതും ഇടാം. എല്ലാം ചൂടില്ലാത്തപ്പോൾ വേണം ചേർക്കാൻ. അപ്പം നമ്മുടെ ചെരുവത്തിലുള്ള നമ്മുടെ ഈ ഗ്രേവി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മുടെ ചൂടാറിയ ചെമ്മീൻ ചേർക്കാൻ പോവുകയാണ്. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വെള്ളം പോരെങ്കിൽ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളയെ ചേർക്കാൻ പാടുള്ളൂ. അതുപോലെ പുളി എന്താണ് കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് മൊമെന്റ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിന് മേമ്പൊടിയായിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ ഉലുവയും കുരുമുളകും പൊടിച്ചത് തൂവിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, നമ്മുടെ അടിപൊളി ചെമ്മീൻ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. കണ്ടില്ലേ, മൊത്തം ചെമ്മീൻ അച്ചാറിന്റെ മണമാണ് ഇവിടെ മുഴുക്കെ. അടുത്തുനിന്നുള്ളവരൊക്കെ ചോദിച്ചു വന്നു തുടങ്ങി എന്താണ് ഇവിടെ ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കുകയാണെന്ന്. അത്രയും നല്ലൊരു ഫ്ലേവറാണ് നമ്മളിത് കുക്ക് ചെയ്ത് അതിൻ്റെ ഫൈനൽ പ്രസന്റേഷൻ സ്റ്റേജിൽ എത്തുമ്പോൾ. അപ്പം നല്ല മെഴുക്കൊക്കെ തെളിഞ്ഞ് നല്ല ടിപ്പ് ടോപ്പായിട്ട് നമ്മുടെ ചെമ്മീൻ അച്ചാർ ഇരിപ്പുണ്ട്. ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം ഇതിൽ തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് നല്ല പോലെ ചില്ലിൻ്റെ കുപ്പിയിൽ സൂക്ഷിക്കാനാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് ചെമ്മീൻ അച്ചാറായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നല്ല ചെമ്മീൻ അച്ചാറാണ്. ഉറപ്പായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയ ചില്ലിൻ്റെ കുപ്പിയിൽ ഇട്ടിട്ട് ഒന്ന് വെയിലത്ത് ഒരു ദിവസം മൂടിയിട്ടിട്ട് തന്നെ വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതെ ഈ ചെമ്മീൻ അച്ചാർ ഇരിക്കും. പിന്നെ എരിവ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ മിതമായ ഒരു എരിവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എരിവുള്ള മുളക് ഈ കാശ്മീരി ചില്ലി പൊടിയുടെ കൂടെ സമം 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളകും അങ്ങനെയും ചേർക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊരു അടിപൊളി അച്ചാറാണ്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ദിവസം മറ്റൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.